കടൽമണൽ ഖനനത്തിനെതിരെ പ്രതിഷേധമുയർത്തി വിവിധ സംഘടനകളുടെ ഏകോപന സമിതി നടത്തിയ തീരദേശ ഹർത്താൽ മത്സ്യവ്യാപാര മേഖലയെ നിശ്ചലമാക്കി. ചെറുവത്തൂർ, മടക്കര ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയിലെ തുറമുഖങ്ങളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും ഹർത്താലിനെ തുടർന്ന് അടഞ്ഞുകിടന്നു. ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു. വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. 24 മണിക്കൂർ തീരദേശ ഹർത്താലിൽ ജില്ലയിലെ മഞ്ചേശ്വരം മുതൽ ചെറുവത്തൂർ, മടക്കര വരെയുള്ള തുറമുഖങ്ങളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും ഉൾപ്പെടെയാണ് നിശ്ചലമായത്. കാസർഗോഡ് ജില്ലയിൽ 15,000-ൽ പരം മത്സ്യത്തൊഴിലാളികളും 3,000-ഓളം ചെറുബോട്ടുകളും മത്സ്യബന്ധന യാനങ്ങളും ഉൾപ്പെടെ തൊഴിൽ ഉപേക്ഷിച്ച് ഹർത്താലിന്റെ ഭാഗമായി. തീരദേശ മേഖല നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളിയായ കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യമേഖലയിലുള്ളവർ മാത്രമല്ല, അനുബന്ധ മേഖലയിലുള്ളവരും ഹർത്താലിന്റെ ഭാഗമായി. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച തീരദേശ ഹർത്താൽ ജില്ലയിൽ വൻ വിജയമായതായും തുറമുഖം, ഫിഷ് ലാൻഡിംഗ് സെന്റർ, മത്സ്യബന്ധന തൊഴിലാളികൾ, ബോട്ടുകൾ, ചെറുതോണികൾ, ഫൈബർ വള്ളങ്ങൾ, കുറ്റിവല തൊഴിലാളികൾ, മൊത്ത വ്യാപാരികൾ, ചെറുകിട വ്യാപാരികൾ എന്നീ മേഖലയൊക്കെയും സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതായും മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല, അതുമായി ഉപജീവനം കഴിക്കുന്ന മറ്റ് അനുബന്ധ മേഖലയിലെ തൊഴിലാളികൾക്കും ജനങ്ങൾക്കും ഇത് വലിയ പ്രയാസമാണ്. മനസ്സിലാക്കാൻ കഴിഞ്ഞത് തന്നെ ഈ മണലിങ്ങനെ എടുക്കും തോറും കടൽ മാത്രമല്ല, താഴൽ അതിൻ്റെ കര കൂടി ഇടിഞ്ഞ് താഴോട്ട് പോകും. അത് വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാകും എന്നാണ് ശാസ്ത്രീയമായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തൊഴിലാളികൾ ഈ സമരത്തെ ഏറ്റെടുത്തു. കാസർഗോഡ് ജില്ലയിലെ 10,000-കണക്കിന് മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും ഈ സമരത്തിൽ പൂർണ്ണമായും സഹകരിച്ചു. തീരദേശ ഹർത്താൽ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പരിപൂർണ വിജയമാണ്, 100% വിജയമാണ്. അതിനോട് പ്രാദേശിക തലത്തിലെ അമ്പല കമ്മിറ്റികളും ബോട്ട്, ചെറുതോണികൾ, അതുപോലെ മത്സ്യ മാർക്കറ്റിലെ കച്ചവടക്കാർ, ചെറുതും വലുതുമായ കച്ചവടക്കാർ, ബോട്ട് ജെട്ടികൾ എല്ലാവരും നമ്മളുമായി പരിപൂർണ സഹകരണത്തിലാണ്. ജില്ലാ ചെയർമാൻ കെ ബാബു, കൺവീനർ കാറ്റാടി കുമാരൻ, റഷീദ് പൂമാടം, പ്രദീപ് തുരുത്തി, CA അമ്പാടി, മുത്തൽ കണ്ണൻ, CK മുസ്തഫ, PV രാജു, KV മുരളി, PK മുകുന്ദൻ എന്നിവർ ഹർത്താലിന്റെ ഭാഗമായി മടക്കര തുറമുഖത്തെത്തി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.